കിടക്കണം. അങ്ങനെ മിനിങ്ങാവുന്ന വയറിളകിക്കിടക്ക് എനിക്കറിയാമോ, ഞാൻ ആ കുറ്റപ്പെടുത്തി ഞെക്കി സ്റ്റോക്ക് അടിച്ചു. തല അടിച്ച് വീണു. തല പൊട്ടിയ ആളുകൾ അവിടെ ചെന്നപ്പോൾ തല പൊട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് അടുത്ത നിലവിളി ശബ്ദമുള്ള വണ്ടിയായി എൻ്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ട്. അവിടെ ചെന്നപ്പോൾ തല പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സ്വിച്ച് ഇടണമെന്ന് പറഞ്ഞു. എൻ്റെ അടി 1 2 സ്വിച്ചാണ്, 7 സ്വിച്ച്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പഠിച്ചു പോയിട്ട് ഒന്നും കിട്ടില്ല. അതെന്താ ചെന്നൈ കൊണ്ടുവന്ന് ചെയ്യാൻ ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കിള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിയാലകത്തായിട്ട് കയറണതും കണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എടി നെഞ്ചിനകത്തൊരു വേദന, എനിക്ക് ഭയങ്കര വിഷമായിട്ട് പോയി. ഞാനവിടെ ചെന്ന് മമ്മാണിക്കരി നോക്കിയിട്ട് മമ്മാണിക്കരിയില്ല. പിന്നെ ലീലെടുത്ത് എന്താ ചോദിച്ചാൽ വിസ്ക് ഉണ്ടാക്കും. അപ്പോൾ പറഞ്ഞു വിസ്കില്ല, ബഹുമാൻ്റെ തരാം. അതും മേടിച്ചുകൊണ്ട് വന്ന് തിരുമാൻ വന്നപ്പോൾ പറയുന്നത് തിരുമറ്റടി ഗ്യാസായിരിക്കും പോയിട്ടുണ്ട്, നീ ഇത്തിരി കഞ്ഞോളം ഉപ്പിട്ട് തന്നാൽ പറ്റുമ്പോൾ അടുപ്പത്തിരുന്ന കഞ്ഞോളം ഞാൻ കപ്പിനകത്ത് വെച്ചിട്ട് ഉപ്പിട്ട് വലിച്ചേക്ക് ചെന്നും കിള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഇല വിശാസി മകൻ. അപ്പത്തെ കുട്ടൻ്റെ കൂടെ ഇപ്പോൾ കള്ളും കുടിച്ചേക്കും വന്നിട്ട് എന്നൊരു പറയുന്നത് അമ്മയ്ക്ക് തെങ്ങ് പെട്ടിട്ട് തെങ്ങിൻ്റെ നെഞ്ചത്താണ് നിൽക്കുന്നത്. അല്ലാതെ അതെങ്ങനെ ഒരു വളവുണ്ടത്? ഞാൻ പറഞ്ഞല്ലേ 10 65 കൊല്ലം മുമ്പ് നിൻ്റെ അച്ഛൻ എന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അത് വളഞ്ഞാണ് നിൽക്കുന്നത്. നീ നോക്കിയത് വരുവാന്ന് ഞാനും പറഞ്ഞു. ചേട്ടാ കൊച്ചെ വയറ്റി കിടക്കുന്ന കാര്യമല്ല. ഇവർ വെട്ടാൻ തുടങ്ങി. ഇവരുടെ വെട്ട എനിക്ക് തൂക്കിച്ചില്ല. ഞാൻ പറഞ്ഞ 2 ഞാലിപ്പന്മാരെ പോലെ തീർക്കൊണ്ട് അതിൻ്റെ പുറത്തെ 2 എൻ്റെ അടി ഇവർ വെട്ടി ഇവർ അമ്മ വാടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവനും കൊണ്ടുപോയി. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റും. ശരിയടകത്ത് ചേട്ടൻ കിടന്ന കാര്യം മറന്നു. തെങ്ങ് വന്ന് നെഞ്ചത്ത് തന്നെ വീണ് വീഴൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇപ്പോൾ സഞ്ചാരം വിളിക്കാൻ പോയിരിക്കേ. ഇതൊക്കെയാണ് മക്കൾ. ഇനി ഉണ്ട പുഴുങ്ങൽ പറയും.